വിക്രം സൂദിനെ പറ്റി സാർ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം സ്വയം ഒരു ചാരനായിരുന്നു, ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചാരൻ. അതുപോലെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ മേധാവിയുമായിരുന്നു. അദ്ദേഹം ഒരു പുതിയ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. പവർ ഗെയിംസ് എന്നാണ് അതിൻ്റെ പേര്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ബംഗ്ലാദേശിലെയും പിന്നീട് വന്ന നേപ്പാളിലെയും അത് ജൻസി കലാപം എന്നാണ് അറിയപ്പെട്ടത്. ആ കലാപങ്ങളൊന്നും താനെ പൊട്ടിമുളച്ചതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അതിലുണ്ടായിരുന്നു. ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ജോർജ് ബൈഡൻ്റെ അമേരിക്ക മാത്രമല്ല, ജോർജ് സോറോസ് പോലുള്ള സ്ഥാപിത രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യക്കാരുടെയും പങ്ക് അതിലുണ്ടായിരുന്നു. വിക്രം സൂദ് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആർക്കും ഒരു പത്രപ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു അഭിഭാഷകനോ കടന്നു പോകാനാകാത്ത ആഴങ്ങളിലും രഹസ്യങ്ങളിലുമൊക്കെ അഭിരമിക്കുന്നവരാണ് അവരെപ്പോഴും, അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് തന്നെ. അപ്പോൾ അങ്ങനെ ഒന്ന് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ വ്യംഗ്യം അദ്ദേഹം പറയുന്നുണ്ട് അതിൽ. അതായത് ഈ ജോർജ് സൊറോസ് തന്നെ അദ്ദേഹം നേരത്തെ ഭീഷണിപ്പെടുത്തിയതുപോലെ ഇന്ത്യയുടെ ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമം നടത്തും. മോദി അദ്ദേഹത്തിന് വലിയൊരു ഭീഷണിയാണ്. അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ നടത്തുന്ന ഒരു വലിയൊരു ഭീഷണിയായി നിൽക്കുന്ന ആളാണ് മോദി. അദ്ദേഹത്തെ മാറ്റുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തി. മോദി അതിൽ തോറ്റില്ല. എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാനുള്ള തന്ത്രങ്ങളുമായിട്ട് നീങ്ങുകയാണ്. അതിൻ്റെ ഫലമായിട്ട് യാതൊരു യുക്തിയുമില്ലാതെ, യുക്തിഭദ്രതയുമില്ലാതെ പുറപ്പെടുവിക്കുന്ന ഒരു അജണ്ടയാണ്, ഫോറിൻ സെറ്റ് ആയിട്ടുള്ള ഒരു അജണ്ടയാണ് ഈ വോട്ട് ചോരി എന്ന് പറയുന്നത്. യാതൊരു ലോജിക്കുമില്ലാത്ത ഒരു കാര്യമാണ് ഈ വോട്ട് ചോരി എന്ന് പറയുന്നത്. ഈ വോട്ട് ചോരി ആയാലും ആധാർ ആയാലും അതിനകത്തെല്ലാം ഡേറ്റ ഹൈജീൻ്റെ ഒരു പ്രശ്നമുണ്ടാവും. കാരണം ആളുകൾ ജനിക്കുന്നു, മരിക്കുന്നു, അതെല്ലാം കൃത്യമായിട്ട് ഇതിൻ്റെ അതോറിറ്റികളെ അറിയിക്കാൻ കഴിയില്ല. അപ്പോഴെപ്പോഴും അത് അപ്ഡേറ്റിന് വിധേയമാകേണ്ട സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും അവിടെ ഇത്രയും വോട്ടർമാർ, 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിൻ്റെ വോട്ടർ പട്ടികയാവുമ്പോൾ അതിൽ കൂടുതൽ യങ് ജനറേഷനാണ് ഇന്ത്യയിലേത്. ആ യങ് ഡെമോഗ്രഫിയാണ് ഇന്ത്യയിലേത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാളിച്ചകൾ അവിടെയും ഇവിടെയും ഉണ്ടാവും. ആ പാളിച്ചകളെയൊക്കെ ഒരു ഭൂതക്കണ്ണാടിയിലൂടെ കണ്ടുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ അത് വലിയൊരു തെറ്റാണെന്നും കുറ്റമാണെന്നും അതിൻ്റെ പേരിലാണ് മോദി ജയിക്കുന്നതും എന്നുള്ള ഒരു അജണ്ട, ഒരു ലോഗരിതം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ കക്ഷികളിൽ ചിലർ. ഇതിലേറ്റവും പുതുതായിട്ട് കഴിഞ്ഞ ദിവസം MV ശ്രേയാംസ്കുമാർ എന്ന് പറയുന്ന RJDയുടെ കേരളത്തിലെ നേതാവ്, അദ്ദേഹത്തിൻ്റെ അജണ്ട തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പത്രവും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ അടിസ്ഥാനരഹിതവും അതുപോലെ തന്നെ വിഡ്ഢിത്തം നിറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 27 തവണ ഒരാൾ പോയി വോട്ട് ചെയ്തു എന്നാണ്. കോൺഗ്രസ്സിന് നല്ല മാസ് ബേസ് ഉള്ള ഒരു സംസ്ഥാനമാണ്. കേരളത്തിനേക്കാൾ മാസ് ബേസ് ഉള്ള സംസ്ഥാനമാണ് ഹരിയാന. അവിടെ ഈ പാർട്ടി പ്രവർത്തകർ എവിടെയായിരുന്നു? അപ്പോൾ അതുപോലെ തന്നെ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരെന്ന് പറഞ്ഞ എല്ലാ പാർട്ടികൾക്കും ഉണ്ട്. ആ ഏജൻറ്റുമാർ എവിടെയായിരുന്നു? ഇതൊന്നും പറയുന്നില്ല. അവരെന്തുകൊണ്ട് ഇത് കണ്ടുപിടിച്ചില്ല? വർഷങ്ങൾക്ക് ശേഷം അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന നേരത്ത് മാത്രം ഇത് പുറത്തു വരുന്നത് എങ്ങനെ? ഒന്നാമത്തെ ചോദ്യം. ഇത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചത്. രണ്ടാമതായിട്ട് ഈ പത്രത്തിൻ്റെ മുഖപ്രസംഗം തന്നെ ഇന്ന് ആവശ്യപ്പെടുന്നത്, കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത്, ഇത് വെറുതെ മറുപടി പറയാതിരിക്കരുത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറഞ്ഞു. നേരത്തെ തന്നെ മുൻകൂറായിട്ട് ഇതിന് മറുപടി പത്രസമ്മേളനത്തിലൂടെ പത്രക്കാരുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ച് മറുപടി പറഞ്ഞു. തന്നെയുമല്ല, അദ്ദേഹം രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത മറുപടി എന്ന് പറയുന്നത്, താങ്കൾ ഈ പരാതി ഒപ്പിട്ട് നൽകൂ. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി തൻ്റെ ഒപ്പിനെ ഭയക്കുന്നത്? ഒളിച്ചോടുന്നത് രാഹുൽ ഗാന്ധി അല്ലേ? അവിടെ ഒളിച്ചോടുന്ന തൻ്റെ ഒപ്പിടാൻ, തനിക്ക് സത്യമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഒപ്പിടുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കേവലം മര്യാദ മാത്രമല്ലേ? കോടതി ഇടപാടുകളിലായാലും അങ്ങനല്ലേ? നിങ്ങൾ പരാതി നൽകുകയാണെങ്കിൽ പ്രതി ഒപ്പിട്ടല്ലേ നൽകുക? അതല്ലേ ഇതിൻ്റെ ക്രെഡിബിലിറ്റി ഉണ്ടാക്കുന്നത്, വിശ്വാസ്യത ഉണ്ടാക്കുന്നത്? ഇതിൽ നിന്ന് ഒളിച്ചോടുന്ന രാഹുൽ ഗാന്ധി അല്ലേ ജനങ്ങളെ പറ്റിക്കുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലല്ലോ. അപ്പോൾ ഇക്കാര്യത്തിൽ സാറിൻ്റെ അഭിപ്രായം എന്താ, ഒരു നിരീക്ഷകനും അഭിഭാഷകനും? വോട്ട് ചോരി എന്നുള്ളത് ഒരു പ്രയോഗം മാത്രമാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെയും ഭരണഘടനയുടെയും അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, അത് ത്രിതല പഞ്ചായത്താണെങ്കിലും അസംബ്ലി ആണെങ്കിലും പാർലമെൻറ്റിലേക്കാണെങ്കിലും, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിൻ്റെ തെറ്റായ ഏതെങ്കിലും നടപടികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ
കൃത്രിമത്വമുണ്ടെങ്കിൽ, ഉം. തെരഞ്ഞെടുപ്പ് നടപടികളിൽ ലാപ്സ് ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് അതിൻ്റെ കൃത്യമായിട്ടുള്ള സമയക്ലിപ്തത്തിനിടയിൽ ബഹുമാനപ്പെട്ട കോടതികളിലാണ്. അങ്ങനെ കോടതികളിൽ ഒരു ഇലക്ഷൻ പെറ്റീഷൻ വഴി ചോദ്യം ചെയ്യാത്തിടത്തോളം കാലം എല്ലാ ആരോപണങ്ങളും ആരോപണങ്ങളായി തന്നെ നിലനിൽക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും അത് പരിഹരിക്കാൻ കഴിയുന്നതല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ. കാരണം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ മാത്രമേ, തെരഞ്ഞെടുപ്പ് ദിവസവും വോട്ടെണ്ണലും കഴിഞ്ഞാൽ, അതിൻ്റെ ഡിക്ലറേഷൻ കഴിഞ്ഞാൽ കോടതികൾക്കാണ് പിന്നെ അത് ചോദ്യം ചെയ്യപ്പെടാനും പരിശോധിക്കാനുമുള്ള അവകാശം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും അതിൽ തിരിച്ച് പരിശോധിക്കാൻ വേണ്ടി കഴിയില്ല. തെരഞ്ഞെടുപ്പ് ദിവസം വരെ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടപെടുകയോ പരിശോധിക്കുകയോ തീരുമാനമെടുക്കുകയോ ചെയ്യാം. ഉദാഹരണത്തിന് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ നോട്ട് അനുസരിച്ച്, അത് ബുക്ക്ലെറ്റ് അനുസരിച്ചിട്ട് എല്ലാ തെരഞ്ഞെടുപ്പിന് മുൻപും അതിൻ്റെ ബുക്ക്ലെറ്റുകൾ പ്രസിദ്ധീകരിക്കും. ആ ബുക്ക്ലെറ്റുകളിലാണ് അതാത് തെരഞ്ഞെടുപ്പുകളുടെ പ്രൊസീജിയർ നിലനിൽക്കുന്നത്. അത് BLOമാരാണെങ്കിലും BLAമാരാണെങ്കിലും ഇനി തെരഞ്ഞെടുപ്പ് ഓഫീസർമാരാണെങ്കിലും അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെ ഉള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും അതിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നവരാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ദിവസം ഒരാൾ വോട്ട് ചെയ്യാൻ വരുന്നു. വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാൾ, അയാൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ അയാളുടെ വോട്ട് മറ്റൊരാൾ ചെയ്തതായി മനസ്സിലാക്കുന്നു. അപ്പോഴാണല്ലോ ടെൻഡർ വോട്ടിനെ കുറിച്ച് വരുന്നതും, അപ്പോഴാണ് വോട്ട് ചലഞ്ച് വരുന്നതും, അപ്പോഴാണ് കള്ളവോട്ട് നടന്നു എന്ന് മനസ്സിലാകുന്നതും ഒക്കെ ഉള്ളത്. രണ്ടാമത്തത് വോട്ടർ പട്ടികയിൽ തെറ്റായി പേര് ചേർക്കുക. ഇപ്പം നമ്മുടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ത്രിതല പഞ്ചായത്തിൻ്റെ വോട്ടർ പട്ടികയിൽ ആളുകളെ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. സമയം കഴിഞ്ഞ ദിവസം അവസാനിച്ചു. ഒരു വാർഡിൽ, ഒരു ബൂത്തിൽ ഒരു വോട്ടറായിട്ടുള്ളയാൾ പുതിയൊരാളെ ചേർക്കുകയോ ഒരാൾ നീക്കം ചെയ്യപ്പെടുകയോ ചെയ്താൽ സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പ് BLAമാർ വഴി, അതല്ലെങ്കിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ വഴി അത് പരിശോധിക്കപ്പെടുകയും നീക്കം ചെയ്യപ്പെടുകയോ കൂട്ടിച്ചേർക്കപ്പെടുകയോ ചെയ്യും. ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ ഫൈനൽ വോട്ടർ പട്ടിക, ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ച് ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. ഏതൊരു വ്യക്തിക്കും അത് പരിശോധിക്കാനുള്ള അവകാശമുണ്ട്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും അതിൻ്റെ കോപ്പികൾ കിട്ടി പരിശോധിക്കാനുള്ള അവകാശമുണ്ട്. ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞ് അതിൽ വോട്ടെടുപ്പ് ദിവസം ഈ തരത്തിലുള്ള വോട്ടുകൾ വീണ്ടും കൃത്യമായി പരിശോധിക്കപ്പെടുകയോ അതല്ലെങ്കിൽ ക്രമമനുസരിച്ച് വോട്ട് ചെയ്യാൻ വരുന്നവരുടെ രീതിക്കനുസരിച്ച്, വ്യക്തികൾക്കനുസരിച്ച്, വോട്ടർമാർക്കനുസരിച്ച് അതെല്ലാം പരിശോധിക്കപ്പെടുന്നതാണ്. ഇത്രയും കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൻ്റെ എന്തെങ്കിലും കൃത്രിമത്വമോ അപാകതയോ ഉണ്ടെങ്കിൽ ചോദ്യം ചെയ്യാനുള്ള കാലാവധിയും കഴിഞ്ഞ്. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇതേ ആരോപണം ഉന്നയിച്ചത് നന്ദതിൽ 1 വർഷം കഴിഞ്ഞിട്ടാണ്. ഹരിയാനയെ സംബന്ധിച്ച് അതേ ആരോപണം ഉന്നയിക്കുന്നു. ഇതെല്ലാം ഉന്നയിക്കുമ്പോഴും കേരളം അങ്ങനെ പശുവും ചത്തും മോരിന്റെ പുളിയും കഴിഞ്ഞിട്ടാണ് ഈ ആരോപണം. അല്ല, നടപടിക്രമങ്ങളുടെ കാലാവധി അവസാനിച്ചു. അതിനുശേഷമാണ് ആരോപണം ഉന്നയിക്കുന്നത്. അത് സ്വാഭാവികമായും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കാൻ തെറ്റായ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട്, നിലനിൽക്കാത്തൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു പുകമറ സൃഷ്ടിച്ച് വലിയ ഭയപ്പാടുണ്ടാക്കി വലിയ തരത്തിൽ ചർച്ച ചെയ്ത് മാധ്യമങ്ങളെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിച്ച് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വലിയ കൃത്രിമത്വത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന സംവിധാനമാണെന്ന് പറയുക എന്നുള്ളതാണ്. ഇനി ഇതിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോയി അതിലെവിടെയെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞു? തെരഞ്ഞെടുപ്പിൽ വോട്ടർ എന്നുള്ള നിലക്കോ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കോ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ ചലഞ്ച് ചെയ്ത് ഒരു കേസ് നടത്തി വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായോ? ഇല്ല. ഇനി പൊതുവായി വോട്ടർ പട്ടിക അർത്ഥം സാർ പറഞ്ഞു വരുന്നത് ഇറ്റ് ഈസ് നൾ ആൻഡ് ദി ആരോപണം ഈസ് നൾ ആൻഡ് വോയിഡ്. കള്ളത്തരം, ശുദ്ധ കള്ളത്തരം. അത് താങ്ങിപ്പിടിക്കാനായിട്ട് മാതൃഭൂമി പോലുള്ള ചില ദേശീയ പത്രങ്ങൾ എന്ന് അവകാശപ്പെടുന്ന പത്രങ്ങളും തയ്യാറാകുന്നു. ഇതിൻ്റെ ഉടമ തന്നെയായിട്ടുള്ള ശ്രേയംസ് കുമാർ പറയുന്നത്, കഴിഞ്ഞ ദിവസം ഇന്നലെ ആരോപിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമായി മാറി. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത്. ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പ്രത്യേകമായി ഏതെങ്കിലും ഉദ്യോഗസ്ഥനുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട MLA ആയിരുന്ന, ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്ന, നിലവിലുമായിരിക്കുന്ന അദ്ദേഹം അടക്കമുള്ള ആളുകൾ, ഒരു പത്രമാധ്യമ സ്ഥാപനത്തിൻ്റെ പ്രമുഖരായിട്ടുള്ള ആളുകൾ അവർക്കറിയാത്തതാണോ? അല്ല, അവർക്കറിയാം. പക്ഷെ കള്ളത്തരം പ്രചരിപ്പിക്കണം. ഉദാഹരണം ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ.
ഉദാഹരണത്തിന് ഉം. കേരളം, ഉം. കേരളത്തിൽ BJPക്ക് ഭരണമില്ലല്ലോ. ഉം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെയും BJPക്ക് സ്വാധീനിക്കാൻ കഴിയില്ല. ഉം. ഇപ്പം മോഡിയാണ് ഭരിക്കുന്നത് ഇന്ത്യ എന്നുണ്ടെങ്കിലും ഉം. കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ കയ്യിലാണ്, ഉം. ഭരണ സംവിധാനത്തിന്റെ കയ്യിലാണ്. ഉം. ആ സംസ്ഥാനത്തെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും ഉം. അവരുടെ നിയന്ത്രണത്തിലാണ്. ഉം. അങ്ങനെ ഇരിക്കെ ഉം. കേരളത്തിന്റെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉം. ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ, ഉം. ഉദാഹരണത്തിന് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഉം. ആരോപണങ്ങൾ ഉന്നയിച്ചില്ലേ? ഉണ്ടായി, ധാരാളമായിട്ടുണ്ടായി. ഉന്നയിച്ചില്ലേ? ഉം. എപ്പോഴാണ് ഉന്നയിച്ചത്? തെരഞ്ഞെടുപ്പ് കേസ് പോയതിനു ശേഷമല്ല. ആരോപണങ്ങളുടെ പൂരമാണ് അല്ല, അവിടെ തെരഞ്ഞെടുപ്പ് കേസ് പോയതിനു ശേഷമല്ല. അതെ. തെരഞ്ഞെടുപ്പ് കേസ് പോയിട്ടേ ഇല്ല ഇല്ല. ഈ വിഷയത്തിൽ. അതെ. അതിനു പകരം ആ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൾമുനയിൽ നിർത്തി Propaganda. ഭീഷണിപ്പെടുത്തി പ്രചരണം നടത്തി, ഉം. കള്ളപ്രചരണം നടത്തുകയാണ്. ഉദാഹരണത്തിന് കേരളത്തിൽ ആരാണ് ഇത് ചെയ്യുന്നത്? BLAമാർ ആരാണ്? ഉം. ഉദ്യോഗസ്ഥന്മാരാണ്. ഉം. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ ആരാണ്? സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. ഉം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്ര സംവിധാനമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വന്തമായി ഉദ്യോഗസ്ഥന്മാരില്ല. ഉം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വന്തമായി ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന് വേണ്ടി ആശ്രയിക്കുന്നത് സർക്കാർ സംവിധാനത്തിലെ ഉദ്യോഗസ്ഥന്മാരെയാണ്. ഉം. അത് കുടുംബശ്രീയിൽ ഉള്ള ആളുകൾ മുതൽ സർക്കാർ തലത്തിലുള്ള മുഴുവൻ ആളുകളെയും അതിൻ്റെ സംവിധാനത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുകയാണ്. ഓക്കേ. 2 അധ്യാപകർ, അനധ്യാപകർ, സർക്കാർ ജീവനക്കാർ, സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, ഇവരെ എല്ലാം സർക്കാർ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഓക്കേ. ഒരു സർക്കാരിന്റെയും അല്ലാതെ, ഉം. സംസ്ഥാന സർക്കാരിന്റെ കീഴിലല്ലാതെ ഉം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വന്തമായി ഉദ്യോഗസ്ഥ സ്റ്റാഫും വൃന്ദമില്ല. ഒറ്റ സ്റ്റാഫുമല്ല. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സ്റ്റാഫില്ല, അതിന്റെ സംവിധാനമില്ല. നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം അങ്ങനെയാണ്. ഉം. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതാത് സംസ്ഥാന ഗവൺമെന്റുകൾ അതിന് വശംവദരാകുന്നു ജോർജ് എന്നുള്ളതല്ലേ? സൊറോസിന്റെ അജണ്ട. ഈ അദ്ദേഹത്തിനും വിവരമില്ലാത്ത ആളല്ല, പക്ഷേ ജോർജ് സൊറോസിന്റെ അജണ്ട. അതുപോലെ തന്നെ അതേ പത്രത്തിൽ ഇന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, BJPയുടെ ഒരു ഏജന്റായിട്ട് ഇലക്ഷൻ കമ്മീഷൻ മാറി. ഇത് അല്ലേ ഭരണഘടനയും നമ്മുടെ ജനാധിപത്യത്തെയും തകർക്കുന്ന രീതിയിലുള്ള വാക്യപ്രയോഗം? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അങ്ങനെ മാറ്റാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. ഉം. അത് മാതൃഭൂമിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്കും അറിയാം. ഉം. പ്രധാനപ്പെട്ട വിഷയം ഉം. കോടതികളെ, ഉം. തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ എല്ലാം അട്ടിമറിക്കപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ്? നിങ്ങൾക്കറിയാമല്ലോ. അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിലാണ്. തെരഞ്ഞെടുപ്പുകൾ റദ്ദ് ചെയ്യപ്പെട്ടു. ഉം. ജനാധിപത്യ സംവിധാനത്തെ മുഴുവൻ തന്നെ റദ്ദ് ചെയ്തു. ഉം. കോടതികളെ മുഴുവൻ തന്നെ റദ്ദ് ചെയ്തു. ഉം. കോടതികൾക്ക് പൗരാവകാശങ്ങളിൽ ഇടപെടാനുള്ള സംവിധാനത്തെ മുഴുവൻ തന്നെ റദ്ദ് ചെയ്തു. ഉം. ഭരണഘടനാപരമായി വ്യക്തിക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ആർട്ടിക്കിൾ 14, ഉം. ആർട്ടിക്കിൾ 19, ഉം. ആർട്ടിക്കിൾ 21, ഉം. 3 മൗലിക അവകാശങ്ങളും വ്യക്തി സ്വാതന്ത്ര്യവും നിലനിൽക്കുന്ന സംവിധാനങ്ങളും മുഴുവൻ തന്നെ റദ്ദ് ചെയ്തു. ഉം. ഇത്രയും ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച്, തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെ കാലാകാലങ്ങൾ ഭരിക്കാമെന്ന് വിചാരിച്ച ഒരു സംവിധാനം നിലനിന്ന് ഇതേ കോൺഗ്രസ്സുകാരുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ്. തീർച്ചയായും അതേ ആളുകളുടെ കൂടെ നിൽക്കുന്ന അതേ ആളുകളുടെ പിൻതലമുറക്കാരാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. അവർക്കറിയാം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിക്കാൻ ജനാധിപത്യത്തിനെതിരായി എന്നുള്ളത്. അതവർ വിചാരിക്കുന്നത് ഇപ്പം നടക്കുമെന്നാണ്. ഉദാഹരണത്തിന് ഒരു വലിയ ആരോപണം ഉന്നയിക്കുകയാണ്. 27 തവണ വോട്ട് ചെയ്തു, 200 ചില്ലാനം തവണ വോട്ട് ചെയ്തു, 222 തവണ വോട്ട് ചെയ്തു, 100 തവണ വോട്ട് ചെയ്തു. ഞാൻ തിരിച്ചൊന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, 2014 മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ മോഡിയുടെ കീഴിൽ ഉദ്യോഗസ്ഥന്മാരുണ്ടോ? മോഡിയുടെ കീഴിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ടോ? മോഡിയുടെ കീഴിൽ ഏതെങ്കിലും തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സംവിധാനം, ഏതെങ്കിലും സംസ്ഥാനത്ത് ഇടപെടാനുള്ള സംവിധാനമുണ്ടോ? ഗുജറാത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴല്ലേ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതായത് അപ്പൊ ഒരു സംസ്ഥാനത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഒരു തരത്തിലും ബാക്കി ഒരു അടിസ്ഥാനവുമില്ലാത്ത വ്യാജമായ ആരോപണങ്ങളാണ്. അപ്പൊ ഇതിന്റെ കേന്ദ്രം എന്ന് പറയുന്നതും ഇതിന്റെ കാരണഭൂതൻ എന്ന് പറയുന്നതും ഡീപ് സ്റ്റേറ്റ് ആണ്. അത് ജോർജ് സൊറോസും കൂടി നടത്തുന്ന ഭരണം അട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം, ജനങ്ങളെ ഇളക്കി വിടാൻ വേണ്ടി നടക്കുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. ഇത് പറയുന്നവരും എഴുതുന്നവരും സൃഷ്ടിക്കുന്നത് അവരെ ശരിക്കും നമ്മുടെ ഇന്ത്യയുടെ ഭരണസ്ഥിരതയുടെ, ദേശീയതയുടെ ഒക്കെ ശത്രുക്കളാണെന്നുമാണ് നമുക്ക് വിശ്വസിക്കേണ്ടി വരിക. സ്വാഭാവികമായി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.